ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വിത്ത് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, അത് കണ്ടല്ലേ. ആ ഇഞ്ചി വിത്ത് നമുക്ക് നടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഞാൻ കൂർക്കല ചപ്പിലാണ് നടുന്നത്. ഇന്ന് കൂർക്കല ചപ്പ്, പൊന്നാങ്കണ്ണി ചീര, ചക്കമടൽ നടാന്ന് വെച്ചാൽ ചക്കമടൽ നടുന്നില്ല ഇന്നിപ്പോൾ തൽക്കാലം ഇതെടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഞാൻ വിത്ത് ഒരുപാടുണ്ട് നടാൻ, കുറച്ച് നിലത്തും നടണം. അതും ഞാൻ കാണിക്കാം. ഇതിപ്പം തൽക്കാലം ഞാൻ ഇതിൻ്റെ അടിയിൽ കൂർക്കല ചപ്പ് വാരിയിട്ടെ. ഇത് കൂർക്കല ചപ്പാന്ന് ഞാൻ രാവിലെ കൊണ്ടുവന്ന അണ്ടാ. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ തരച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കുത്തി നിറച്ചിട്ട് അവിടെ വെക്കുക. അതിന് ശേഷം നമ്മൾ ഇതും കൂടി ഇടുക. ഏത് ആ പൊന്നാങ്കണ്ണീൻ്റെ അതും കൂടി ഇടുക. പൊന്നാങ്കണ്ണി ചപ്പ് നല്ലതാണ്. അതിനുള്ള ഇഞ്ചിയിലും അത് നട്ട് നോക്കട്ടെ. ഞാൻ ഇഞ്ചി നട്ടിട്ടില്ല. അതിൻ്റെ പൊന്നാങ്കണ്ണിയിൽ അതും കൂടി ഒന്ന് നടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാത്തിലും നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കൃഷിയിലും എല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. എല്ലാം ഉൾപ്പെടുത്തിയാൽ രോഗങ്ങൾ കുറയും. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം. എന്നാൽ മാത്രമേ പിന്നെ ഇഞ്ചി വിത്ത് വേണ്ട. ഇഞ്ചി വിത്ത് എനിക്ക് ഒരാൾ കൊടുത്തു തന്നെയാണ്. അത് ഞാൻ ഒരുപാട് വിത്തുണ്ട്. ഒരുപാട് വെച്ചാൽ ഒരുപാട് തന്നെ ഉണ്ട്. പിന്നെ ഉണ്ടല്ലേ, ഇതേപോലെ ഞാൻ മടക്കി വെച്ചു. ഇനിയിപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീരയും കൂടി കുറച്ചിടട്ടെ. ഇത് കണ്ടില്ലേ, ഇതും കൂടി ഞാൻ കുറച്ചിടട്ടെ. ഇതും കൂടി കുറച്ചിട്ടിട്ട് ഇത് നല്ലൊരു വളവും കൂടിയാണ്, എല്ലാം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിടുന്നത്. നല്ല വളം എന്ന് വെച്ചാൽ നല്ലൊരു മരുന്നുമല്ല ആണല്ലോ. നമുക്ക് മനുഷ്യന് പറ്റുന്നതെല്ലാം സസ്യങ്ങൾക്കായാലും മൃഗങ്ങൾക്കായാലും പറ്റുമല്ലോ. അതിനാണ് ഞാനിതെല്ലാം ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ കൃഷി ചെയ്ത് നോക്കുമ്പോൾ കയ്യിൽ നല്ല വിജയമാണ് കാണുന്നത്. അതുകൊണ്ട് ഞാനിപ്പം പിന്നെ ഇതിങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇപ്പം കണ്ടില്ലേ, ഇതിൻ്റെ മേലെ ഒന്നും കൂടി ഞാൻ എടുത്തു. ഇവിടെ പച്ചയല്ലേ, അതുകൊണ്ട് പച്ചക്ക് കുറച്ച് മേലെ ഉണക്കായാൽ അങ്ങനെ തേത്തു വരില്ല, അല്ലെങ്കിൽ തേത്ത് വന്ന് കളി. ഈ ചെറിയ പാത്രമല്ലേ, വലുതല്ലല്ലോ. അതുകൊണ്ടാണ്. വലിയതാക്കാന്നെങ്കിൽ സാരമില്ല, അത് അടിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതാന്ന് അമിഞ്ഞോളും. ഇതിപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഞാൻ വിട്ടു. ഇത്ര ഇഞ്ചി ഉണ്ട് ഇടാ. കണ്ടില്ലേ, ഇതാ നല്ല ഇഞ്ചിയാ. ഉണങ്ങാൻ പോന്നു. എല്ലാം തേമ്പ് വന്നിന്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് വാരി നറക്കട്ടെ. ഇതുപോലെ ഇത് ഞാൻ പോട്ടി മിശ്രിതവും വളവും എല്ലാം ചാര അടക്കം ഞാൻ കൂട്ടിയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചാരമൊന്നും വേറെ ചേർക്കാൻ കഴിയില്ല വെച്ചിട്ട് എല്ലാം വളമെല്ലാം ഒന്നിച്ചാക്കിയിട്ട് ഞാൻ ആക്കി വെച്ചതാണ്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഞാനിപ്പം നിങ്ങൾക്കൊന്ന് നട്ട് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ മറ്റേത് ആക്കിയിട്ടാകുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഒന്ന് ഇവിടെ നട്ട് കാണിക്കട്ടെ. എല്ലാം ഞാൻ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിക്കുമ്പോൾ പാട് സമയം പിടിക്കും. അതുകൊണ്ട് അത് വേണ്ട. ഇതിപ്പോൾ ഇങ്ങനെ മടക്കി ബാക്കോട്ട് മടക്കി വെക്കണം. അല്ല ഞാൻ ഉണ്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കണം ബാക്കോട്ട്. ഇല്ലേ, ഇതുപോലെ മടക്കി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാനൊരു ഇഞ്ചി വിത്ത് എടുത്തിട്ട് ഒരു ഇഞ്ചി വിത്തേ നടുന്നില്ല. ഒരു ഇഞ്ചി വിത്ത് എടുത്തിട്ട് ഒരു ഇഞ്ചി വിത്തേ നടുന്നില്ല. ഇതിൻ്റെ തൊട്ട നടുക്ക് നടും. എന്നാൽ നമുക്ക് ഇഷ്ടം പോലെ മുളച്ച് വന്നോളും. നല്ലപോലെ ഇത് ഞാനിപ്പോൾ ഈ 6 ഇപ്പം നിറച്ചു. ഇനിയിപ്പോൾ 5 ഒന്ന് നട്ടു. ഇനിയിപ്പോൾ ഇതും കൂടി ഞാൻ നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ എല്ലാം നിറച്ചു. നേരത്തെ നിറച്ച പോലെ തന്നെ എല്ലാം നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇത് നടാനാവും. കണ്ടില്ലേ, ഇതേപോലെ നട്ട് കൊടുക്കട്ടെ. ഇതേപോലെ നട്ട് ഓരോന്നേ നടുന്നില്ലോ. അതിപ്പം കണ്ടില്ലേ, ഇതേപോലെ എടുത്തിട്ട് ഓരോന്നേ നടുന്നില്ല കേട്ടോ. ഓരോരോ വിത്ത് മാത്രം ഓരോന്നേ നടുന്നില്ലോ. ഓരോരോ അടൽ അങ്ങനെ തന്നെ നടുന്നുണ്ട് കണ്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ നിങ്ങളും ഇഞ്ചി നട്ട് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ. എനിക്കിപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി നിന്ന് എത്ര ഇഞ്ചി ആയി കിട്ടിയെന്നറിയോ?
പക്ഷേ നമ്മൾ പണിയെടുക്കും പോലെ നമുക്ക് കിട്ടൂ. വെറുതെ നമ്മൾ വേണമെന്ന് വെച്ചാൽ കൊണ്ട് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ അധ്വാനിച്ചാൽ ഒന്നിനും ഒരു കുറവും വരില്ല എന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ പണിയെടുക്കുക. ഒന്നും വേണ്ട, നമ്മളെ വീട്ടിൽ ഇതേപോലെ ബാഗിൽ മാത്രം നിറച്ചിട്ട് വീട്ടിലും പറമ്പത്തുള്ള വളവും ഇത് മാത്രം ഇട്ടിട്ട് നട്ടാൽ മതി. നമ്മളെ ആവശ്യത്തിന് എല്ലാം കിട്ടും. ഇതെല്ലാം നല്ല വളങ്ങളാണ്. പറമ്പത്തെ കാടും പുല്ലും പിന്നെ കുറച്ച് നമ്മൾ വളം മേടിക്കണം. വല്ല ആട്ടുമ്പളോ അല്ലെങ്കിൽ വല്ല കാലിവളോ എന്തെങ്കിലും കുറച്ച് മേടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചാൽ നമുക്ക് നല്ല വളമായിട്ട് എടുക്കാൻ കഴിയും. എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത്. ഞാനിപ്പം ഈ വയസ്സായ എനക്ക് ഇത്രയും ചെയ്യാൻ കഴിയെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നാ നിങ്ങൾ പറ. അതുകൊണ്ട് എല്ലാവരും കൃഷി ചെയ്യുക. എനിക്ക് അറിയുന്ന അറിവുകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാഞ്ഞാൽ ഞാനിത് പോകുന്ന സമയത്ത് ഇതെല്ലാം എൻ്റെ കൂടെ പോകും. അപ്പോൾ ഇത് ആർക്കും ഉപകാരത്തിനില്ലാണ്ടായി പോകും. അതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ പറഞ്ഞു തരുന്നത്. ഉണ്ടല്ലേ, ഇപ്പം എൻ്റെ കൃഷികളും എല്ലാം നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ 6 എണ്ണം ഞാനിപ്പോൾ ഇവിടെ നട്ടു. കണ്ട, ഇതെന്ന് വെച്ചാൽ ചക്കമടലല്ല, പിന്നെ കൂർക്കല, പിന്നെ വാഴക്കൂർക്കലി, പിന്നെ പൊന്നാങ്കണ്ണി ചീരി. ഇത് കണ്ട കോളിഫ്ലവർ കണ്ട ഉഷാറായിട്ട് ആ തൈ പൊടിച്ചേ നിങ്ങൾ കണ്ടില്ലേ. നിങ്ങളെ കാണിച്ചു തരാൻ തന്നെ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നു. ആ ചീര അത് കണ്ട, ആ നട്ട ചീര ഓട്ടിൽ നട്ട കണ്ട, ഇതിപ്പം മിഞ്ഞാൻ നട്ടിയാണ്. അതുകൊണ്ട് അത്ര ആയിട്ടിലും നന്നാകുന്നുണ്ട്. കണ്ടോ ചക്കരക്കിഴങ്ങ് കണ്ട, ഇതാ ചേനി, ഇതൊരു ചക്കരക്കിഴങ്ങ് നട്ടു. ഇതെല്ലാം എടുത്ത് മാറ്റി വെക്കണം, പുറത്ത് വെക്കണം. എന്നിട്ട് പുറത്ത് വെച്ചിട്ട് ചുറ്റും ആക്കണം. ഇത് കണ്ടില്ലേ ചേന, നമുക്ക് ഇഷ്ടംപോലെ ചേമ്പ് നട്ടത് ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. കപ്പ, ഇനിയിപ്പോൾ ഞാൻ കപ്പ നട്ടതിനകത്ത് ഒരു കഷ്ണം എടുത്തിട്ട് കറി വെച്ചു. അത് നിങ്ങൾ കാണിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഇത്തിരിയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരിക. നിങ്ങൾക്കും ഇതേപോലെ തന്നെ ചെയ്യാൻ